നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മരവിപ്പാണല്ലേ നമുക്കെല്ലാവർക്കും. കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലുണ്ടായ ആ വെടിക്കെട്ട് പുരയ്ക്കുണ്ടായ വലിയ അപകടത്തിൽ കണ്ടവരും കേട്ടവരും ദൃക്സാക്ഷികളും രക്ഷപ്പെട്ടവരും രക്ഷപ്പെടുത്തിയവരുടെയും ഒക്കെ തന്നെ അനുഭവ കഥകളും അവരുടെ ആ നിമിഷത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങളും കേട്ട് മരവിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടു കൂടി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് മലയാളികൾ എല്ലാവരും. കാരണം അത്രയേറെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ആ വെടിക്കെട്ട് അപകടം പതിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. 13 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി വെന്റിലേറ്ററിൽ കിടക്കുന്നവരും ചികിത്സയിൽ കഴിയുന്നവരും എത്രയും വേഗം രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥയാണ് പറയാൻ കഴിയാത്തത്. കാരണം 70%-40%, 40%-വും ശരീരത്തിൽ പൊള്ളൽ അനുഭവപ്പെട്ടവർ ഓരോ നിമിഷവും ആ വേദന അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. സത്യത്തിൽ പോസ്റ്റ്മോർട്ടം മുറിയിൽ മരിച്ചു എന്ന് കരുതി കൊണ്ടിട്ട ആ ശരീരത്തിൽ നിന്ന് വലത്തെ കൈയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നത്, ചൂടോടുകൂടി രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോൾ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയ വ്യക്തി പറഞ്ഞു വരുന്നത് 10 വർഷം മുൻപ് നമ്മുടെ കേരളത്തെ ഒന്നടങ്കം നടുക്കിയ പുറ്റിങ്ങൽ അപകടത്തിൽ രക്ഷപ്പെട്ട കണ്ണൻ എന്ന ആ വെടിപ്പുരയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തെക്കുറിച്ചാണ്. 10 വർഷം മുൻപ് അദ്ദേഹവും ഈ അപകടത്തിൽ ദൃക്സാക്ഷിയും ഇരയുമൊക്കെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാലുകളിൽ കല്ലുകൾ പതിച്ചതിൻ്റെ പാടുകളുണ്ട്. ചെരുപ്പിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. 46% പൊള്ളലാണ് അദ്ദേഹത്തിന് ഏറ്റിരുന്നത്. അദ്ദേഹം മരിച്ചു എന്ന് കരുതി പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിയപ്പോഴാണ് കയ്യിൽ നിന്നും ചോര വാർന്നൊഴുകുന്നത് കണ്ടത്. ആ ഒരു അപകടമുണ്ടായി 5-ാം ദിവസമാണ് അദ്ദേഹത്തിന് ബോധം വീഴുന്നത്. ബോധം വീണപ്പോൾ തന്നെ 46% പൊള്ളലേറ്റതുകൊണ്ട് തന്നെ വേദന കൊണ്ട് ഉരുകുകയായിരുന്നു. ഡ്രസ്സ് ചെയ്യാൻ വരുന്നതൊക്കെ തന്നെ നരകം കാണിച്ചുകൊണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 100ഓളം കല്ലുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്നും ഡോക്ടർമാർ നീക്കം ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നും ഈ അപകടം ഉണ്ടാകുമ്പോൾ എനിക്കറിയാം ആശുപത്രിയിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നു. എനിക്കൊരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, ഈ അതായത് ഈ വെടിക്കെട്ട് എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നുള്ളത്. ചിലപ്പോൾ കേൾക്കുന്നവർ ഒരുപക്ഷെ പരിഹസിച്ചേക്കാം, കേൾക്കുന്നവർക്ക് അതൊരു തമാശയായി തോന്നിയേക്കാം. പക്ഷേ ഞാൻ അനുഭവിച്ച വേദന ഇനിയും ആരും അനുഭവിക്കരുതേ, എൻ്റെ കുടുംബം അനുഭവിച്ച വേദന ഇനിയും ആരും അനുഭവിക്കരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. എവിടെ ഇപ്പോൾ ഒരു അളവിൽ കവിഞ്ഞ ശബ്ദത്തോടു കൂടി വെടി പൊട്ടിയാലും ഞാൻ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കും. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ചില ദിവസങ്ങളിൽ ഞാൻ പല പരിപാടിക്കുമൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ അവസാന ദിവസം, വെടിക്കെട്ടുള്ള ദിവസം ഞാൻ അവിടെ നിന്നും മാറി നിൽക്കാറാണ് പതിവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷം ഇപ്പോഴും അദ്ദേഹം ആ ഒരു ദിവസത്തെ, പുറ്റിങ്ങൽ ദുരിതത്തെ അദ്ദേഹം പേടിയോടുകൂടി ഓർത്തെടുക്കുന്ന ഒരു സമയമാണ് ഉണ്ടാകുന്നത്. എന്തായാലും തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അപകടം എന്ന് പറയുന്നത് അതൊരു ചില്ലറ അപകടമല്ല എന്ന് എല്ലാവർക്കും വ്യക്തമാകുന്നു. നമുക്ക് ആവർത്തിച്ചു പറയാം, ഈ ഒരു വെടിക്കെട്ട് പോലെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ വേണ്ട. ഇന്നൊരു ദൃക്സാക്ഷി പറയുന്നത് അദ്ദേഹം ഓടി വന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചുമരിലുണ്ടായിരുന്ന ആ ബനിയൻ മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊലി സഹിതം ആ തുണിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്, അടർന്നു വീഴുന്നതാണ് കണ്ടത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ പരിക്കേറ്റവർ അത്രയും വേദനയോട് കൂടിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നതെന്നാണ്. ഒരു പരിക്കും ഏൽക്കാതെ രക്ഷപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും അവർ തൻ്റെ കൂടെ അപ്പോഴും ഉണ്ടായിരുന്ന പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വിധത്തിൽ മരവിച്ചു നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ. തീർച്ചയായും വെടിക്കെട്ട് അപകടങ്ങൾ ഇങ്ങനെ യഥാവിധം തുടരുന്നത് നമ്മുടെ നാട്ടിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയാത്തതും തന്നെയെന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു കെട്ടടങ്ങുമ്പോൾ ഇതിൻ്റെ വിഷയങ്ങളെയൊക്കെ തന്നെ മറയ്ക്കുകയും പിന്നീട് വീണ്ടും ആവേശത്തോടു കൂടി വെടിക്കെട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നിടം ഇപ്പോഴുമുണ്ട്. അത് അത്ര നല്ലതല്ല. ഇത്രയും ജീവനുകൾ അത് ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ ഒഴിവാക്കുക എന്നേ നമുക്ക് പറയാൻ കഴിയും.